ഇറാൻ ഇസ്രായേലിൻ്റെ പുതിയ വർത്തമാനം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇത്ര നേരം നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതെ പുതിയ വർത്തമാനമോ പുതിയ ഒരു വാർത്തയോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ആയത്തുള്ള ഖംനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ പ്രഖ്യാപനമാണ്. അഥവാ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇറാൻ്റെ ഭരണകൂടത്തിന് കൊടുക്കാൻ വേണ്ടി പുടിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാൻ ഒരിക്കലും ഞങ്ങളെ മുന്നാക്രമണം നടത്തരുത്, അങ്ങനെ ഒരു തന്ത്രമുണ്ടെങ്കിൽ നിങ്ങളതിനെ നിരുത്സാഹപ്പെടുത്തണം, മാത്രമല്ല ഞങ്ങളിപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അഥവാ ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷേ ടെഹ്റാൻ്റെ ഭാഗത്തുനിന്ന് അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നുള്ള പുടിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിക്കുകയും അഥവാ പുടിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു എന്നുള്ള സ്ഥിരീകരണം വരികയും ചെയ്തു. ആയത്തുള്ള ഖംന ഇപ്പോൾ അടുത്തായിട്ട് അഥവാ ഒരു 4 മണിക്കൂറിന് മുമ്പായിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അതൊരു നുണയൻ രാജ്യമാണ്, മീൻസ് ഇസ്രായേലിനെ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ ആ അർത്ഥത്തിൽ പരിഗണിച്ചത്. കാരണം അതിൻ്റെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അനുബന്ധമായിട്ട് ഞങ്ങളത് സ്വീകരിച്ചെന്നോ ഒന്നും പറയാതെ അതങ്ങനെ അങ്ങ് വെറും വാക്കായിട്ട് ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ എല്ലാ പൗരന്മാരോടായിട്ട് ഒരു അലേർട്ടായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, നമ്മൾ ഇന്ന് രാത്രി ഒരു അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്ററുകൾ കാര്യങ്ങൾ നമ്മുടെ ആകാശത്തിലൂടെ പറന്നേക്കാം. നിങ്ങളത് കണ്ടിട്ട് കേട്ടിട്ട് എന്താകേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ തന്നെയായിട്ടുള്ള രാജ്യത്തിൻ്റെ അഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിങ്ങിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞിട്ടുള്ളത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം എക്കാലത്തും യശസ്സോടുകൂടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞു പറ്റിക്കുകയാണോ അല്ല സീരിയസ് ആയിട്ട് പറയുകയാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പുടിനോട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നു. അത് പക്ഷേ ആ നുണയം രാജ്യത്തെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രസ്താവന കൂടി നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഉടനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പം ഉടനെ തന്നെ ഒരു സൈനിക അഭ്യാസ പ്രകടനം കാഴ്ചവെക്കാൻ നിർബന്ധിതരായത്. ഇനി ഇങ്ങോട്ട് ആക്രമിക്കാതെ അങ്ങോട്ട് ആക്രമിക്കാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ആയത്തുള്ള ഖംന പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം ആക്രമിക്കുമെന്നൊക്കെ പറയുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഒരു പുതിയ തക്കതായ കാരണമില്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ പുതിയ ആക്രമണം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കക്കാരനായി ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അത് 2 അർത്ഥത്തിൽ പരിഗണിക്കാൻ പറ്റും. ഒന്ന്, തുടക്കക്കാരനായാൽ ഈ ലോകവികാരം തന്നെ ഈ ഇറാനെതിരെയാകും, പ്രത്യേകിച്ച് ഇപ്പോൾ ഉപരോധത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. രണ്ടാമത്, ഈ തുടക്കം ഇറാന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനും ഓപ്പോസിറ്റ് വാർത്തയായിരിക്കും വല്ലാതെ പ്രചരിക്കുക. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അവർ മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആക്രമണം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈ അലേർട്ടഡായിട്ട് നിൽക്കാനാണ് ഈ സൈന്യത്തോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സൈനിക അഭ്യാസങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടിലാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള വാർത്തകൾ അനുസരിച്ച് ആയത്തുള്ള ഖംന നെതന്യാഹുവിൻ്റെ പ്രസ്താവനകളൊക്കെ പുച്ഛിച്ച് തള്ളുന്ന രീതിയാണ് കാണുന്നത്. അതിൽ മറ്റൊരു വർത്തമാനം പറയുന്നത് ആയത്തുള്ള ഖംനയുടെ വിലപേശൽ അഥവാ ഇങ്ങോട്ടടിച്ചാൽ മാത്രമേ അങ്ങോട്ടടിക്കുകയുള്ളൂ, അതോടൊപ്പം അടിച്ച് തുടങ്ങിയാൽ നിങ്ങളായി തുടങ്ങി വെച്ചത് ഞങ്ങളായിട്ട് നിർത്തേണ്ടി വരും, അഥവാ ഞങ്ങളായിട്ട് നിർത്താൻ പോകുന്നില്ല. ഒടുക്കത്തെ ആക്രമണമായിരിക്കും, ഇന്ന് വരെ കാണാത്ത രീതിക്കുള്ള ആക്രമണമായിരിക്കും. അന്ന് 12 ദിവസത്തെ ആക്രമണത്തിൽ ഞങ്ങളെ അത്യാധുനിക സംവിധാനങ്ങളോ ആയുധങ്ങളോ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആയത്തുള്ള ഖംന കൃത്യമായിട്ട് ഇസ്രായേലിനെ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ സ്വഭാവം എന്താണോ കാര്യങ്ങളൊക്കെ ചർച്ച മാറ്റിവിട്ടിട്ട് ഉടൻ ആക്രമിക്കുന്ന രീതി കഴിഞ്ഞ വർഷം അഥവാ 2025 അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ പ്രസ്താവന ഒന്നും നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിലക്കും പോയിട്ടില്ല എന്ന് മനസ്സിലായി. ആ വില പോയിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിനും ഒരുപക്ഷെ ഈ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുടിനോട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ആ വാർത്ത വലിയ പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു. ആയത്തുള്ള ഖംനയെ വിളിക്കുന്ന വിവരം പുടിനെ വിളിച്ച് നെതന്യാഹു തന്നെ ഈ യുദ്ധത്തിന് ഞങ്ങൾ മുതിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രമാണെന്നുള്ളത് ഇറാന് മനസ്സിലായിട്ടുണ്ട്. ഇറാൻ അതിൻ്റേതായ ഭാഗത്തിൽ അതെടുക്കുകയും ഈ സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായി അവർ കോൺവേ അഥവാ ഓരോ ഭാഗത്തേക്കും അവരുടെ സൈനിക വിന്യാസം നടത്തുകയും സൈനിക ഉപകരണങ്ങൾ വിന്യാസം നടത്തുകയും ചെയ്യുന്ന വീഡിയോ നമ്മൾക്ക് മുമ്പിൽ ലഭിച്ചു. അത് കാണിക്കാത്തത് മറ്റൊന്നുമല്ല, നമുക്കറിയാം യൂട്യൂബിൻ്റെ വയലേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇറാൻ പ്രതീക്ഷിക്കുന്നത്. ഇറാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രംപുമായിട്ട് ചർച്ച നാളെ എന്ന് പറയുന്ന ദിവസം രാത്രിയാണ് കൊണ്ടുവന്നിട്ട് ഈ പ്രത്യേക ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് ഇവരെ കുടിച്ച വെള്ളത്തിൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെ രീതിയാണല്ലോ ആ ഒരു പഴഞ്ചൊല്ല്. ആ രീതിക്കിനി ഇസ്രായേലിന് ഇനി ഒരു അടവും പയറ്റാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് ആയത്തുള്ള ഖാംനി നല്ല ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് കഴിഞ്ഞു. ആ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്, ഇന്നത്തെ രാത്രി ഒരു പക്ഷേ നിങ്ങൾ ഭീമാകാരമായിട്ടുള്ള യുദ്ധ പ്രതീതി ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം, നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി കണ്ടാൽ മതി. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ഫോടനങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സാധ്യതകളെ പറയുമ്പം എല്ലാ അർത്ഥത്തിലും ഇത് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. അഥവാ ഇറാൻ എല്ലാം പരിശോധിക്കുകയാണ്, പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്ന രീതിക്ക് അടുത്തിരിക്കുന്നു. അഥവാ പെട്ടെന്നൊരു യുദ്ധം ഉണ്ടായാൽ എങ്ങനെയാണ് പ്രത്യാക്രമണം നടത്തേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ഇവരുടെ ആയുധങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് ഇപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്കാണ്. ആ രീതി അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അടിയറവ് പറയുന്ന രീതിക്ക് തന്നെയാണ്. കാരണം നേരത്തെയുള്ള സംവിധാനങ്ങളൊക്കെ പിന്നീട് പൂർണ്ണമാക്കുകയും പൂർണ്ണ സജ്ജമാക്കി പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അമേരിക്ക ഡയറക്റ്റ് ഇടപെടുകയാണെങ്കിൽ റഷ്യ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് യുദ്ധം വിപുലപ്പെടുത്താനുള്ള തന്ത്രവും ഇപ്പോൾ ഇറാനും റഷ്യയും തമ്മിൽ സംസാരിക്കുന്നു എന്നൊക്കെ അവ്യക്തമായിട്ടുള്ള വാർത്തയുണ്ട്. ആ വാർത്ത സ്ഥിരീകരിച്ച് വിശ്വാസയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും പോർട്ടൽ വരികയാണെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി റഷ്യയിലെ ഇറാനും ഇസ്രായേലും തമ്മിൽ മാത്രമാണെങ്കിൽ റഷ്യ നോക്കി നിൽക്കും, കാര്യങ്ങളൊന്നും ഇടപെടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ വ്യക്തത വന്നാൽ നമുക്കതിൽ കാര്യങ്ങൾ സംസാരിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു വാർത്തയ്ക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്, റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇറാൻ്റെ കൂടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വ്യാപകമായിട്ട് സൈനിക അഭ്യാസങ്ങളിലേക്ക് മാറുന്നു. അതേപോലെ തന്നെ ഇസ്രായേൽ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച്, പക്ഷേ അത് അമ്പെ പരാജയപ്പെട്ടു. കാരണം ഇസ്രായേലിനെ വിശ്വാസമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വരുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ആണ്. കാരണം വേറെ പ്രത്യേകിച്ച് ഒരു വിവരമോ ബന്ധപ്പെട്ട ഒരു കാര്യമോ ഒന്നും മിഡിൽ ഈസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ ഒന്ന് ചുരുക്കിയത്. അപ്പോൾ കൃത്യമായി നമുക്ക് ആലോചിച്ച് കണ്ടെത്താൻ പറ്റുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കാതെ തിരിച്ചു പോകില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രത്യാക്രമണം നടത്താതെ തിരിച്ചു പോകില്ല. ഇനി ഇറാനും ഇസ്രായേലും മാത്രമാണെങ്കിൽ റഷ്യ നോക്കി നിൽക്കും. ഇനി അമേരിക്കയോട് കൂട്ടുപിടിച്ചിട്ടാണ് ഈ ആക്രമണം നടത്തുന്നതെങ്കിൽ ഇറാൻ്റെ കൂടെ റഷ്യ കൂടി കൂടുമെന്ന് അവ്യക്തമായിട്ടുള്ള വാർത്തകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും യുദ്ധം അനിവാര്യമായിരിക്കുന്നു എന്ന കാര്യത്തിൽ സൈനിക അഭ്യാസങ്ങളൊക്കെ ആരംഭിച്ചു എന്ന് പറയാൻ പറ്റും. സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ മിസൈൽ സംവിധാനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. അതേപോലെ തന്നെ റോക്കറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ബന്ധപ്പെട്ട വ്യോമ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തി തുടങ്ങി എന്നുള്ളത് അവിടുത്തെ രാജ്യത്തിനോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ അഥവാ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇത് പ്രകോപിപ്പിക്കാൻ വേണ്ടി ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രൊപ്പഗണ്ട എന്നുള്ള ബേസ് ചെയ്തിട്ട് അടിച്ചിറക്കുകയാണോ എന്നറിയില്ല. എന്താണെങ്കിലും വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ പഴയതല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. എന്താണെങ്കിലും ഈ ഒരു അർത്ഥത്തിൽ ഒരു മൂർധന്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. പുതിയ വാർത്ത വരും വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യാം. എല്ലാവർക്കും നന്ദി.